ചാൻസ് പോകുന്നു എന്നുള്ളത് പേടിപ്പിച്ചാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതൊരു കഷ്ടമാണ്. അതാണ് ഇപ്പോഴും തുടരുന്നത്. പണ്ട് കാലത്ത് കേട്ടിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ സംഘടനകളൊക്കെ വന്നിട്ടും നിങ്ങൾക്കൊരു നടപടി എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഷൈൻ ടോം ചാക്കോ ഇങ്ങനൊരു പോലീസ് നടപടിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ, ഒരു സർക്കാർ സർവീസിലൊരു ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലീസിന് നടപടി വന്നാൽ അയാൾ പുറത്താണ്, അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയെങ്കിലും ചെയ്യും. നിങ്ങളുടെ പോലീസിന്റെ നടപടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് ആ നടന്റെ കാര്യത്തിൽ സിനിമാ രംഗത്തെ നടപടി? ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ വൈകുന്നേരം മീറ്റിംഗ് കൊടുത്തത്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിനൊരു ചട്ടക്കൂടില്ലേ. അപ്പോൾ അവർ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർജൻറ്റായിട്ട് നാളെ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ അതിനെതിരെ ഉചിതമായ നടപടി സ്വീകരിച്ചിരിക്കും. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഏതാണ്ട് നെല്ലും പതിരും തിരിച്ചറിയുന്ന വിധത്തിൽ അല്ല, അതാണ് രഞ്ജിനി നേരത്തെ പറഞ്ഞത്. സംഘടനയാകുമ്പോൾ അതിനകത്ത് പല ആളുകൾ കാണും. നേരത്തെ തന്നെ 3 മാസം ഒരു നടനെ മാറ്റി നിർത്തിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എടുത്തു, അയാൾ പിന്നെയും പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാവുന്നു. ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു സംവിധാനം വേണ്ടേ? നിങ്ങൾക്കകത്ത് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരാളിനെ ഞങ്ങൾ അകത്തേക്ക് കയറ്റില്ല എന്ന് തീരുമാനിക്കണ്ടേ? അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? തൊഴിൽ നിക്ഷേപമല്ലേ. ഒരാളിനെ നമ്മൾക്ക് ഒരു സംഘടനയ്ക്കും അങ്ങനെ ഒരു മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒഫൻസ് ചെയ്യുന്ന ആളിനെ കമ്മിറ്റി ഉടനെ എത്തും. ശ്രീ കല്ലൂർ ശശി, എനിക്കത് മനസ്സിലായി. പക്ഷേ ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്ന ഒരാളിനെ, അത് എന്ത് സ്ത്രീകളോട് പോലും ഇങ്ങനെ പെരുമാറുന്ന ആളിനെ അയാളുടെ തൊഴിൽ നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലനിർത്തി മുന്നോട്ട് പോകുന്നത്, അപ്പൊ എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളത്? അല്ലത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇതൊരു സ്ഥാപനമല്ല. ഇത് ഈ രംഗം എന്ന് പറയുന്നത് ഓരോ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ നിർമ്മാതാക്കൾ വന്ന സിനിമ എടുക്കുകയാണ്. അവരോട് നമ്മൾക്ക് പറയാം, നിങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ആളിനെ വെച്ച് സിനിമ എടുത്ത് ഇന്നത് അനുഭവിക്കേണ്ടി വരും, അത് മുന്നോട്ട് പോയാൽ പിന്നെ കംപ്ലൈൻറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നൽകാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. എന്നിട്ടും അവരെ വെച്ച് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന, നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അവരെ വെച്ച് തന്നെ സിനിമ എടുക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്ത്? അല്ല, അതെന്തുകൊണ്ടാണ് ശ്രീ അവരെടുക്കുന്നു? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയണം നീ ആ സിനിമ എടുക്കരുത് എന്ന് പറയാൻ നമുക്കെന്ത് അധികാരം? അല്ല, അതിനൊരു കാരണം വേണമല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ വെച്ച് തന്നെ എടുക്കുമ്പോൾ എത്ര കേസ് വന്നാലും കുഴപ്പമില്ല. അവിടെ ലഹരി ചവച്ച് തുപ്പുന്ന ആളുകൾ തന്നെ മതി എന്ന് ചിലർ തീരുമാനിക്കുന്നതിന് കാരണം എന്താണ്? അല്ല, അത് തന്നെ അവർ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതിനൊക്കെ വേറെ ലോബികളുണ്ട്. അത് ഈ സിനിമയ്ക്ക് പുറത്തുള്ള ലോബികളൊക്കെയാണ്. അപ്പോൾ അവർ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇത് ഷൈൻ ടോം ചാക്കോയോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയോ അല്ലെങ്കിൽ ഷൈൻ നിഗാമിനെയോ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് വിറ്റുപോകും, മറ്റത് പോകും, എല്ലാ കച്ചവടം നടക്കും, മറ്റതാണെന്ന് വെച്ചാൽ ഇതെല്ലാമുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് ഇവിടെ ഓരോരുത്തരും സിനിമ എടുക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഈ അപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് വരുമ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൈസയുടെ വിറ്റുവരവ് ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നടത്തണോ വേണോ വേണ്ടിയോ എന്ന് ഇവിടെ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം നല്ലതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയും.